നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ തോൽവി നേരിട്ട മണ്ഡലമായിരുന്നു തൃശ്ശൂരിലേത്. കെ മുരളീധരന്റെ തോൽവി ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിക്കുമിടയാക്കി. ഇതോടെ നേതൃത്വത്തിലുള്ളവരെ നീക്കി പാർട്ടിയുടെ താൽക്കാലിക അധ്യക്ഷനായി വി കെ ശ്രീകണ്ഠൻ എം പിയെ നിയമിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലെ തോൽവിയോടെ കോൺഗ്രസ് കൂടുതൽ ദുർബലമായെന്ന വികാരമാണ് പാർട്ടികളിൽ ഉണ്ടായിരിക്കുന്നത്. കെ മുരളീധരന്റെ തോൽവിയുടെ വേളയിൽ പാർട്ടിയെ നയിച്ചവർക്ക് ചുമതലയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വലിയ തോതിൽ പിന്നിൽ പോയി. ഇതോടെ മുരളീധരന് പാലം വലിച്ചവരോട് കോൺഗ്രസ് കടുത്ത നിലപാടിലേക്ക് പോവുകയാണ്. കെ മുരളീധരനുണ്ടായ തോൽവിയെ തുടർന്ന് തൃശൂർ DCCയിലുണ്ടായ കൂട്ടത്തല്ലിനെ തുടർന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ M വിൻസെന്റും രാജിവെച്ചിരുന്നു. ഇവർ വീണ്ടും സ്ഥാനത്തേക്ക് വരാൻ ശ്രമം നടത്തിയെങ്കിലും ഇവർക്ക് മുന്നിൽ ഇനി DCC വാതിൽ തുറക്കില്ലെന്നാണ് KC വേണുഗോപാൽ വ്യക്തമാക്കിയത്. ആലപ്പുഴയിൽ KC വേണുഗോപാലിനെ കാണാൻ പോയെങ്കിലും അദ്ദേഹം നേതാക്കൾക്ക് മുന്നിൽ ഗെറ്റ് ഔട്ട് പറഞ്ഞു. തൃശൂരിൽ പാർട്ടിയെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ കടുത്ത അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമെന്നാണ് രോഷാകുലനായ KC TN പ്രതാപൻ, ജോസ് വള്ളൂർ, MV വിൻസെന്റ് തുടങ്ങിയ തൃശൂരിൽ നിന്നുള്ള നേതാക്കളോട് കട്ടായം പറഞ്ഞത്. ഡിസംബർ 7-നായിരുന്നു ഈ സംഭവം. പ്രതാപനും വള്ളൂരും വിൻസെന്റും കൂടി ആലപ്പുഴയിലെ വേണുഗോപാലിന്റെ MB ക്യാമ്പ് ഹൗസ് സന്ദർശിച്ചപ്പോഴാണ് KC കാര്യങ്ങൾ തീർത്തു പറഞ്ഞത്. ജോസ് വള്ളൂരിനെ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു നേതാക്കളുടെ സന്ദർശനം. തനിക്കൊരു ഊഴം കൂടി തരണമെന്നും സംഘടനാ തെരഞ്ഞെടുപ്പ് വേളയിൽ മാറ്റിക്കോളൂ എന്നുമാണ് വള്ളൂർ ആവശ്യപ്പെടുന്നത്. എന്നാൽ KC വേണുഗോപാൽ വഴങ്ങിയിട്ടില്ല. ഇതോടെ K സുധാകരനുമായി സംസാരിച്ച് സ്ഥാനം നേടാനുള്ള നീക്കമാണ് വള്ളൂർ നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ നാഥനില്ല കളരിയായി മാറിയ ജില്ലയിലെ കോൺഗ്രസിന് ഭാവി കൂടി മുന്നിൽ കണ്ടുള്ള പുതിയ തലവന്മാരെ നിയമിക്കാനാണ് നീക്കം. ഇപ്പോഴത്തെ നിലയിൽ തൃശൂർ കോൺഗ്രസ് അധ്യക്ഷനായി അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, ഷാഫി കോടങ്കണ്ടത്ത് എന്നിവരിൽ ആരെയെങ്കിലും പരിഗണിക്കാനാണ് സാധ്യത. KC വേണുഗോപാലിന്റെ വിശ്വസ്തരെന്ന നിലയിലാണ് ഇവരെ പരിഗണിക്കുന്നത്. അതേസമയം കെ മുരളീധരന്റെ അടുപ്പക്കാരനായ TV ചന്ദ്രമോഹനനെ UDF ജില്ലാ ചെയർമാൻ സ്ഥാനത്തേക്കും പരിഗണിക്കുന്നു. അധികം താമസിയാതെ അടുത്തയാഴ്ചയിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചനകൾ. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അദ്ദേഹം ജില്ലയിൽ സജീവമായി നിൽക്കുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ജോസഫ് ടാജറ്റിന് സാധ്യത കൂടുതലാണ്. നിലവിൽ KPCC സെക്രട്ടറി കൂടിയായ ഷാജി കോടങ്കണ്ടത്തിലും അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള സജീവ സാധ്യതാ പട്ടികയിലുള്ള നേതാവാണ്. നേരത്തെ എങ്ങനെയെങ്കിലും പാർട്ടിയിൽ തിരികെ എത്താൻ ജോസ് വള്ളൂർ നടത്തിയ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായത് KCയുടെ അനിഷ്ടമാണ്. നേരത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചെങ്കിലും കെ മുരളീധരൻ സ്വീകരിച്ച ഉദാര സമീപനം കാരണം വള്ളൂർ അടക്കമുള്ളവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാതിരിക്കുകയായിരുന്നു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കേരളത്തിന്റെ ചുമതലയുള്ള AICC നേതാവ് PV മോഹൻ 3 നേതാക്കളുടെയും പ്രചാരണത്തിലേക്കുള്ള സംഭാവന സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതാണെന്ന് റിപ്പോർട്ട് ചെയ്തു. പ്രചാരണത്തിലുടനീളം പ്രതാപിന്റെയും വള്ളൂരിന്റെയും വിൻസെന്റിന്റെയും നിസ്സഹകരണത്തെക്കുറിച്ച് കെ മുരളീധരനും രമ്യ ഹരിദാസും KCയോട് പരാതിപ്പെട്ടിരുന്നു. മുരളീധരന്റെ തൃശൂരിലെ പരാജയത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ചേലക്കരയിൽ കോൺഗ്രസ് അതിന്റെ കഴിവിന്റെ പരമാവധി പുറത്തെടുത്തെന്ന് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം അകലെയാണ്. ചേലക്കരയിൽ LDF ജയിച്ചു എന്നതല്ല, കോൺഗ്രസ് തോറ്റു എന്നതാണ് പ്രശ്നമെന്നാണ് PV മോഹൻ ചില മാധ്യമങ്ങളോട് പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിപുലമായ പദ്ധതികളും സംവിധാനങ്ങളും ഒരുക്കിയെങ്കിലും അതൊക്കെ ഫലപ്രദമായി നടപ്പാക്കാൻ പാർട്ടി പരാജയപ്പെട്ടു. പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളുടെ മേൽനോട്ടമാണ് PV മോഹനുള്ളത്. വിപുലമായ പ്രചാരണം പ്ലാൻ ചെയ്തെങ്കിലും അത് താഴെത്തട്ടിൽ ഫലപ്രദമായി നടപ്പാക്കാൻ മധ്യതല നേതൃത്വത്തിൽ നിരീക്ഷണമുണ്ടായില്ല.